സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നവംബർ ഡിസംബർ മാസങ്ങളിൽ നടന്നേക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചതോടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ അംഗത്തിനായി കച്ചമുറുക്കുകയാണ്. ഡിസംബർ 20-ന് മുൻപ് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയാകും. മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും വോട്ടർ പട്ടിക ഒരിക്കൽ കൂടി പുതുക്കുമെന്നുമാണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ഉത്സവത്തിന് അങ്ങനെ കേളികൊട്ട് ഉണരുമ്പോൾ, അതായത് 7 മാസം കഴിഞ്ഞാൽ ഓർക്കണം, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ തദ്ദേശത്തെ നമുക്ക് സെമി ഫൈനൽ എന്ന് സംശയമില്ലാതെ വിശേഷിപ്പിക്കാം. രാഷ്ട്രീയ പാർട്ടികൾ വലിയ ആവേശത്തിലേക്ക് പോകുമ്പോൾ 2020 തെരഞ്ഞെടുപ്പ് ചിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. അതിന്റെ കണക്കുകൾ, ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. ആകെ ഗ്രാമപഞ്ചായത്തുകൾ 971 ഉള്ളത്. അത് അന്ന് 2020 LDF പഞ്ചായത്തുകൾ 514 നേടിയ UDF 375, NDA 23, അതേഴ്സ് മറ്റുള്ളവർ 29 എന്നുള്ളതായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കണക്കുകൾ 152 ബ്ലോക്ക് പഞ്ചായത്തുകളാണുള്ളത്. അതിൽ LDF 108 ലീഡ് ചെയ്യുന്ന വലിയ മെജോറിറ്റി. അവിടെ UDF 44, NDAക്ക് ഒന്നുമില്ല, 0. ഇനി ജില്ലാ പഞ്ചായത്തിലെ കണക്കുകൾ, 14 പഞ്ചായത്തുകളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ LDF 11, UDF 3 എന്നാണ് കക്ഷി നില, ഭരണത്തിന്റെ നില. NDA അതേസമയം ഒരു ജില്ലകളിൽ പോലുമില്ല. കോർപ്പറേഷൻ 6 പ്രധാനപ്പെട്ട കോർപ്പറേഷനിലെ കണക്കുകളിലേക്ക് നോക്കുമ്പോൾ LDF 5 വലിയ മെജോറിറ്റി, വലിയ ഭൂരിപക്ഷത്തോടു കൂടി LDFന്റെ മുന്നേറ്റം. ഒപ്പം UDF 1, NDA ഇല്ല. മുനിസിപ്പാലിറ്റി 86 മുനിസിപ്പാലിറ്റിയുടെ കണക്കുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ LDF 43, UDF 41, NDAക്ക് 2 മുനിസിപ്പാലിറ്റികൾ. ഇതാണ് നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2020 തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ ഒരു കണക്കുകൾ പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. ഇനി നമുക്ക് ഏകദേശം നേരത്തെ കമ്മീഷണർ പറഞ്ഞതുപോലെ തന്നെ ഡിസംബറിൽ ഈ അടുത്ത നിലവിലെ ഭരണസമിതി ഒഴിഞ്ഞ് പുതിയ ഭരണസമിതി ചുമതല ഏൽക്കണം. അപ്പോൾ ഒരു നവംബർ ഒരു തിരഞ്ഞെടുപ്പ് നടന്നേക്കാം, ഡിസംബറിലേക്ക് പോകാം എന്നാണ് നമുക്ക് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ 5 വർഷക്കാലം പരിശോധിക്കുമ്പോൾ ഒരുപാട്, കാരണം പെർ ഇയർ, പെർ മന്ത്, പെർ ഡേ, പെർ അവർ ഓരോരോ സംഭവങ്ങൾ കേരളം ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കാം എൻ്റെ രാഷ്ട്രീയ അലയൊലികൾ എന്നുകൂടി നമുക്ക് വിശദീകരിക്കാം. വിശകലനം എക്സിക്യൂട്ടീവ് രാജീവ് ദേവരാജ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. രാജീവേട്ടാ, ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ പതിറ്റാണ്ട് മുമ്പ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ ഒരു പരിചയം കൂടി ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. സാധാരണഗതിയിലാണെങ്കിൽ LDFന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ ഒരു എഡ്ജ് കിട്ടാറുണ്ട് എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ അതൊരു അലിഖിതമായിട്ട് ഇങ്ങനെ പറയപ്പെടുകയാണ്. LDFന് അങ്ങനെ ഒരു എഡ്ജ് ഉണ്ടാകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ വലിയ മെജോറിറ്റി, നല്ല മെജോറിറ്റി തദ്ദേശത്ത് എല്ലാം അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മുന്നേറ്റമാണ് ഉണ്ടായത്. അപ്പോൾ ഇത്തവണ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. നമുക്കറിയാം, രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്, ദൈനംദിന ജീവിത പ്രശ്നങ്ങളുണ്ട്, പിന്നീട് സ്വാധീനിക്കപ്പെടാവുന്ന അടിയൊഴുക്കുകൾ പലതും ഇപ്പോൾ അറിയാമല്ലോ. ഇപ്പോൾ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലേക്ക് പോകുമ്പോഴാണ് പല സാമുദായിക സമവാക്യങ്ങളൊക്കെ ഉടലെടുക്കുന്നത്. അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്രത്തോളം ഒരു പ്രസക്തമാകുന്നുണ്ട്? പലപ്പോഴും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അതിന് തൊട്ട് ശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള ഒരു ചൂണ്ടുപലക ആകാറുണ്ട്. അപ്പോൾ 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അതിനു മുൻപ് 2010 നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും LDFന് അങ്ങനെ വലിയൊരു മെച്ചം ഉണ്ടായില്ല. ഏകദേശം ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന രീതിയാണ് ഉണ്ടായത്. അതിനുശേഷം അതിനുശേഷം വന്ന സർക്കാർ 2011 ശേഷം 2016 സർക്കാർ, പിണറായി സർക്കാർ വരുമ്പോൾ ആണ് നേരത്തെ ഈ 2015 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്നും LDFന് വലിയ മെച്ചമുണ്ടായി. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപാണ് നിങ്ങൾ പറഞ്ഞ 2024 തെരഞ്ഞെടുപ്പിന് 2020 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് ഇപ്പോൾ നേരത്തെ പ്രജീഷ് വായിച്ച ഈ ഒരു റിസൾട്ട് വന്നത്. 14 ജില്ലാ പഞ്ചായത്തുകളിൽ 11 LDF നേടുന്നു, 3 മാത്രം UDF ആയി പോകുന്നു. കോർപ്പറേഷനുകൾ 5 LDFും 1 മാത്രം. അതൊരു പക്ഷേ ഒരു അപ്രതീക്ഷിത ഒരു തിരിച്ചടിയായിരുന്നു. ഞാൻ ആ തെരഞ്ഞെടുപ്പ് അന്നത്തെ ഒരു വിശകലനത്തിലേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഒരു അപ്രതീക്ഷിതമായി UDFന് ഉണ്ടായ ഒരു പ്രഹരം എന്തൊക്കെയായിരുന്നിരിക്കണം ആ ഒരു അന്നത്തെ. അന്നും ഈ നമ്മുടെ അതായത് 2018 ഈ വെള്ളപ്പൊക്കം പ്രശ്നങ്ങളെല്ലാം കഴിയുന്നു. അതിനുശേഷം കോവിഡ് വന്ന് അതിനുശേഷമാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്നും ഈ കോവിഡിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, അത് സർക്കാരിനുണ്ടാക്കി കൊടുത്ത ഇമേജ്, പിന്നെ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ സർക്കാരിന് അനുകൂലമായി വന്നു. അത് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ തൊട്ട് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായി മാറുക എന്നുള്ളതാണ് കേരളത്തിൽ എത്രയോ നാളായിട്ട് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളുടെ ഒരു റിസൾട്ട് നോക്കിയാൽ. എന്നാൽ പോലും LDFന് ഒരു അല്പം എന്നുവെച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ തോക്കാൻ പോവുകയാണെങ്കിൽ പോലും ഒരുപക്ഷെ LDFന് ഒരല്പം എഡ്ജ് എന്ന് വെച്ചാൽ പൂർണ്ണമായി തകർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. കേരളത്തിലെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ
ഈ അവസാനത്തെ 3 വർഷം, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള 3 വർഷം തുടർച്ചയായിട്ട് തെരഞ്ഞെടുപ്പുകളാണ്. ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു, 2025 അവസാനമാകുമ്പോഴത്തേക്ക് നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലേക്ക് പോകും. അടുത്ത വർഷമാകുമ്പോൾ 2026 ആകുമ്പോഴത്തേക്ക് നമ്മൾ നിയമസഭാ സമ്പൂർണ്ണ തെരഞ്ഞെടുപ്പിലേക്ക് പോകും. ഒരു കാര്യം കൂടി, നമ്മളിപ്പോൾ ഈ ഒരുപാട് ഇപ്പോൾ പല അപ്രതീക്ഷിതമായിട്ടുള്ള ചില കോർപ്പറേഷനുകളായാലും തിരുവനന്തപുരത്ത് എടുത്തു കഴിഞ്ഞാൽ BJP ഒരുപാട് നല്ല വർക്ക്, RSSന്റെ നേതൃത്വത്തിൽ സംഘപരിവാറൊക്കെ ഇപ്പോഴേ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു പല ഇടങ്ങളിലും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ UDFനെ സംബന്ധിച്ചോളം വരാൻ പോകുന്ന പ്രതിസന്ധികൾ എന്തെന്നാണ്? കാരണം ഇപ്പോൾ ഇന്ന് നടക്കുന്ന ഇപ്പോൾ ഈ പറയുന്ന സാമുദായിക നീക്കങ്ങളൊക്കെ ഒരുപക്ഷെ പ്രാദേശികമായിട്ടത് എത്രത്തോളം എന്നുള്ള, പ്രാദേശികം എന്ന് പറയുമ്പോൾ അവിടുത്തെ വികാരങ്ങൾ പല രീതിയിലായിരിക്കും. അത് ഓരോ പഞ്ചായത്തുകൾ, ഓരോ കോർപ്പറേഷനായാലും അവിടെ പല പല പ്രശ്നങ്ങളായിരിക്കും, നാട്ടു പ്രശ്നങ്ങൾ. അപ്പോൾ UDFനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ UDFന് മുന്നിലുള്ള വെല്ലുവിളികൾ ഈ മാർജിൻ കൂടി വെച്ചാണ്. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഇത് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെ വളരെ പ്രാദേശികമായിട്ട് പോകുമ്പോൾ പ്രാദേശിക തലത്തിൽ നല്ല സ്ഥാനാർത്ഥികൾ, അവിടെയുള്ള സംഘടനാപരമായ കെട്ടുറപ്പ്, ഇതെല്ലാം ഈ ഏത് കക്ഷിയുടെ ആയാലും ഏത് മുന്നണിയുടെ ആണെങ്കിലും അവരുടെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കും. അത് താഴെത്തട്ടിൽ സംഘടന ഏറ്റവും ശക്തമായിട്ടുള്ളവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും എന്നുള്ളത് എപ്പോഴും അത് നമുക്ക് അറിയാവുന്നൊരു കാര്യം. പിന്നെ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ്, പിന്നെ പ്രവർത്തിക്കുന്നവർ ആ മണ്ഡലത്തിൽ ആ വാർഡിൽ പ്രവർത്തിച്ച് എന്ത് ചെയ്തു എന്നുള്ള കാര്യം, ഇതൊക്കെ ഇതിനകത്ത് പ്രതിഫലിക്കും. ഇപ്പോൾ UDFന്റെ കാര്യം പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ സാമുദായികമായിട്ടുള്ള ചില പിന്തുണയെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിലും ഇന്നിപ്പോൾ SNDPയുടെ NSSന്റെ ഒക്കെ പ്രതികരണം വരുന്നു. ശബരിമല പ്രശ്നത്തിൽ NSS നിലപാട് മാറ്റി, സർക്കാർ ചില കാര്യങ്ങൾ തിരുത്തി, അതുകൊണ്ട് സർക്കാരിനെ ഇപ്പോൾ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു. NSSന്റെ നിലപാടിനെ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സ്വാഗതം ചെയ്യുന്നു. ഇതിപ്പോ കത്തോലിക്ക സമുദായത്തെ കയ്യിലെടുക്കാറുള്ള മറ്റടുത്ത എല്ലാം ഇത് പറയുമ്പോൾ, ഇത്തരത്തിൽ പറയുമ്പോൾ വേണമെങ്കിൽ അപ്പുറത്തുള്ളവർ ചോദിക്കാം, NSS പറയുന്നവരടുത്താണോ ആ സമുദായത്തിലുള്ളവരെല്ലാം SNDP പറയുന്ന പോലെയാണോ? പണ്ട് വെള്ളാപ്പള്ളി ആഹ്വാനം ചെയ്ത ആളുകളെല്ലാം തോറ്റുപോയി. അതെ, അത് അങ്ങനെയുണ്ട്. അപ്പോൾ അത് ചോദിക്കാം. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യമുള്ളത്, ഇത് ഒരു പൊതുവായിട്ടുള്ള ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കുന്നതിൽ ഇപ്പോൾ ഈ സാമുദായിക സംഘടനകളുടെ ഒക്കെ പിന്തുണ LDFന് കിട്ടുന്നു എന്ന് പറയുന്നത്, അങ്ങനെ പറയുമ്പോൾ ചർച്ചയാക്കി നിർത്താനും അല്ലെങ്കിൽ LDFനാണ് കൂടുതൽ പിന്തുണ കിട്ടാൻ പോകുന്നത് എന്നുള്ള ഒരു പെർസെപ്ഷൻ, ഒരു ഇമേജ് ഉണ്ടാക്കുന്നതിന് സഹായിക്കും. പക്ഷേ അത് പ്രാദേശിക തലത്തിൽ പോകുമ്പോൾ ഈ പറയുന്ന പിന്തുണയൊക്കെ എത്രത്തോളം വോട്ടായി മാറും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും. അങ്ങനെ വരുമ്പോൾ ഇത് ഒരു പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും ഈ ഇത്തരത്തിലുള്ള മതസാമുദായിക സംഘടനകളുടെയൊക്കെ പിന്തുണ വളരെ നിർണായകമായി മാറുന്നതും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന രീതിയിലേക്ക് പോകുന്ന അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്. തീർച്ചയായും അതാണ് കേരളത്തിന്റെ മറ്റൊരു തെരഞ്ഞെടുപ്പ് മാമാങ്കം, ഒരു ഉത്സവം സെമി ഫൈനലിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല ഘടകങ്ങളുണ്ടാകും. ഇപ്പോഴേ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സൂചകം മാത്രമേ പറഞ്ഞുള്ളൂ. ഇന്ന മാസം നടക്കാനുള്ള സാധ്യത പറയുമ്പോൾ തന്നെ കേരളം ഉണരുകയാണ്, രാഷ്ട്രീയ കേരളം ഉണരുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ ചുവടുവെച്ചോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്.